ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലെ പണ്ടത്തെ കല്യാണം ഓർമ്മ വരുക. പണ്ട് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ തലേ വെച്ചിരുന്നത് ഈ കനാമ്പരമായിരുന്നു. ഗോൾഡൻ ചമ്പ ഉണ്ടോ? ഇവിടെ മിക്ക വീടുകളിലും ഇതുണ്ടാവും. ഞങ്ങൾ ഡോക്ലയൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇനി അടുത്ത പണിക്ക് പോവുക കേട്ടോ. ഇത് നല്ല മാങ്ങയാണ്. പുളിയൊന്നും ഇല്ല ഇതിന്. ഒരു മാങ്ങ തന്നെ 1 കിലോയ്ക്ക് പുറത്ത് കാണും. ഇത് ഇങ്ങനെ കാണുന്ന പോലെ അല്ല കേട്ടോ, നേരിൽ കാണാൻ നല്ല വലിപ്പമുണ്ട്. ഇവിടെ കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ പീസിന് 10ഉം വലുതിന് 20 രൂപയുമാണ്. ഇനിയിപ്പോൾ മാങ്ങയുടെ സീസൺ തുടങ്ങുമല്ലേ, പല വെറൈറ്റി വരും മാർക്കറ്റിൽ. ഞങ്ങൾക്ക് റെക്സിൻ വാങ്ങണമായിരുന്നു. അതിനു വേണ്ടിയാണ് ഈ അന്വേഷിച്ച് നടക്കുന്നത്. ഇങ്ങനെ നോക്കി നടക്കുമ്പോൾ ഒരു കട കാണത്തില്ല. ഒരു കട കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിരത്തി അത് തന്നെ ആയിരിക്കും. അവസാനം തേടിപ്പിടിച്ച് കടയിലെത്തി. 2 കളർ വാങ്ങിയിട്ടോ. ഇത് കണ്ടോ, ഞങ്ങളെ രാജാവാക്കിയ സ്ഥിതിക്ക് ഇനി എന്തായാലും വിലപേശാൻ പറ്റത്തില്ല. ഇവിടെ കടകളിലൊക്കെ നല്ല രീതിയിൽ വിലപേശി സാധനങ്ങൾ എടുക്കാം. മോൻ്റെ ബർത്ത്ഡേ ആട്ടോ 29-ന്. അതിനു വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങുക. അവൻ പറഞ്ഞതൊക്കെ വാങ്ങി. കുറേ ബലൂണും തൊപ്പിയും അതുപോലുള്ള വേറെയും കുറേ സാധനങ്ങളൂടി വാങ്ങി. കടയിൽ കണ്ടതൊക്കെ ആവശ്യമില്ലെങ്കിലും വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ടും അവൻ വേറെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ അടുത്തതൊരു ഡ്രോൺ വേണമെന്ന്. അതവിടെ നിന്ന് വാങ്ങിച്ചു കൊടുക്കാൻ ബഹളമായി. ഡ്രോൺ വാങ്ങിച്ചില്ലെങ്കിൽ ഒരു ഗൺ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ബലൂണിൻ്റെ കവർ നന്ദ ചോദിച്ചിട്ട് പോലും കൊടുക്കുന്നില്ല. അതവൻ പിടിച്ചോളാന്ന്. വേറെ എന്തെങ്കിലും ഒരു സാധനം കൈ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കൈ കഴിക്കുകയും ചെയ്യും, കൈ വേദനിക്കുകയും ചെയ്യും അവൻ്റെ. ഈ കടയിൽ ബർത്ത്ഡേയുടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഒരു ചെറിയ കടയാണെങ്കിലും എല്ലാ സാധനങ്ങളും കിട്ടി. ഇനി കേക്ക് മാത്രം വാങ്ങിച്ചാൽ മതി. സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി പതുക്കെ നടക്കാൻ തുടങ്ങി. ഇങ്ങനെയുള്ള കടകൾ കാണുമ്പോൾ കാലിനൊരു വലിവാ അങ്ങോട്ട്. എന്താണെന്നറിയില്ല കേട്ടോ. ഇപ്പം എന്നെക്കാളും മുന്നേ ഏട്ടൻ അവിടെ കയറി നിൽക്കും. എന്തായാലും ഞാൻ ആ കടയിൽ കയറാതെ പോകത്തില്ല എന്നറിയാം. എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. വാങ്ങുമൊന്നും വേണ്ട, എനിക്കിതൊക്കെ ഒന്ന് കണ്ടാൽ മതി.
ഞാൻ ഈ ഫോണും പൊക്കി പിടിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട്, അപ്പോൾ ആളുകളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഞാനതൊന്നും മൈൻഡ് ചെയ്യത്തില്ല, നോക്കുന്നവർ നോക്കിക്കോട്ടെ അല്ലേ. സാധനങ്ങളൊക്കെ വെച്ചപ്പോൾ അവൻ്റെ തോക്ക് മാത്രം അവിടെ വെക്കണ്ടെന്ന്, അവൻ പിടിച്ചോളാന്ന്. പത്ത് മണി കഴിഞ്ഞ്. ഞങ്ങൾ സ്ഥിരം കഴിക്കുന്ന കടകളൊക്കെ അടച്ചു കിട്ടോ. പിന്നെ കുറേ ദൂരേങ്ങ് വന്നപ്പോൾ ഒരു കട കണ്ട്, അവിടെ ഇറങ്ങി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച്. വീട്ടിലെത്തുമ്പോൾ ലക്കി ഉറങ്ങിപ്പോവും, അതിനു മുന്നേ എന്തെങ്കിലും അവനെ കഴിപ്പിക്കണം. ഞങ്ങൾ പറഞ്ഞത് ചിക്കൻ റോളും ചിക്കൻ ഫ്രൈയും ആട്ടോ. അതിനെയും കാത്ത് കുറേ നേരം അവിടെ ഇരുന്ന്. ഈ കടയും അടയ്ക്കാൻ തുടങ്ങുമായിരുന്നെന്ന് തോന്നുന്നു. ഞങ്ങൾ ചെന്നതുകൊണ്ട് ഇതൊക്കെ പറക്കി വെച്ചതാ. വീട്ടിലെത്തിയപ്പോൾ ലക്കി ഉറങ്ങി കേട്ടോ. ഇനി പുതിയ കുറച്ച് കാഴ്ചകളുമായിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.